ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഇങ്ങനെ അടിയൻ, നിസാരനാണ് ഞാന്, പാവപ്പെട്ട ദാവീദ് ഒരു നിസാരനാണ്. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. വിശ്വാസ പ്രഖ്യാപനം പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ, പ്രഖ്യാപിക്കണം. എന്താ പറഞ്ഞത്? എന്നെ അവിടുന്ന് വിടുവിച്ച ദൈവമല്ലേ, ഇവനും ആ കരടിയെ പോലെ ആകും, അവന് ഇതുപോലെയാകും. കർത്താവിന് സ്തോത്രം. നമുക്ക് ചില കാര്യങ്ങളിൽ വിജയം തന്നിട്ടുണ്ടെങ്കിൽ ആ വിജയം ഓർത്തുകൊണ്ട് പുതിയ വിജയങ്ങൾ നാം നേടിയെടുക്കണം. അത് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവനുണ്ട്. അപ്പോസ്തലൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ദൈവത്തിനെതിരായി നടന്നപ്പോൾ, ദൈവമക്കളെ ഉപദ്രവിക്കാൻ പോയപ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്നെ കീഴടക്കിയ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം എന്തും ചെയ്യാൻ കഴിയുന്നവനാണ്. യേശു എന്തും ചെയ്തിടുമേ, അല്ലേ? യേശു എന്തും ചെയ്തിടും. ഒരു ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യും. 37 ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും, അടുത്ത വിശ്വാസ പ്രഖ്യാപനമാണ്, അടുത്ത പ്രഖ്യാപനം. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അതൊരു മർമ്മമാണ്. നമ്മിലൊരു നല്ല വേല ആരംഭിച്ചവൻ അവസാനത്തോളം എത്തി. ആരംഭിച്ചത് ആരാണെന്ന് അറിഞ്ഞോളണം. ആ അറിവ് കുറയുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. 37 വാക്യം. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ദാവീദിന്റെ ധൈര്യം കണ്ടപ്പോൾ ശൗലിന് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. നമ്മുടെ ധൈര്യം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മിണ്ടാൻ പോലും, നെഗറ്റീവ് പറയുന്നവരൊക്കെ വന്ന് നിൽക്കും കേട്ടോ. ഇഷ്ടം പോലെ നെഗറ്റീവ്. ഈ നെഗറ്റീവിൻ്റെ അടുത്ത് പോയിക്കുന്ന പ്രശ്നമുണ്ട് കേട്ടോ. ഈ നെഗറ്റീവ് അങ്ങ് ഒന്ന് കയറും, പിന്നെ ഈ പോസിറ്റീവ് വരാൻ ഭയങ്കര പാടാ. എന്നിട്ട് എന്താ ചെയ്തത്? 40. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു. ദാവീദിന് അതേ ഉള്ളൂ. എന്താ വടി? ഞാൻ നിങ്ങളോട്, ദൈവമക്കളോട് പറയാം, അത് അധികാരത്തിൻ്റെ വടിയാണ്. ആ വടി എടുത്തോളാം. അത് വിശ്വാസത്തിൻ്റെ വടിയാണ്, അത് പ്രതീക്ഷയുടെ വടിയാണ്, അത് ധൈര്യത്തിൻ്റെ വടിയാണ്. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്തു. ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. തൻ്റെ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവണയുമായി ഫിലിസ്ത്യനോട് അടുത്തു. ഒത്തിരി വീരന്മാരൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പയ്യൻ നിൽക്കുമ്പോൾ പാവപ്പെട്ട ഈ ഒരു പയ്യൻ ദാവീദ് ഇങ്ങനെ മുന്നോട്ട് പോവുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ആൾക്കാർ ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ഫിലിസ്ത്യൻ ദാവീദിനോട് അടുത്തു. പക്ഷെ ദാവീദിന് പേടിയില്ല. പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനും ആയിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. കളിയാക്കുകയാണ്. അതേ പ്രിയരെ, നാം മുന്നോട്ട് വരുമ്പോൾ പിശാചിൻ്റെ സൈന്യം നിന്ന് കളിയാക്കും. നിനക്ക് സാധിക്കുമോ? നീ ഒന്നും നടക്കാൻ പോലില്ല, എൻ്റെ മോനെ, നീ ഒന്നും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ പോകില്ല എന്നൊക്കെ പറയും. ഉള്ളിലിരുന്ന് പിശാച് പറയും. കർത്താവിൻ്റെ സ്തോത്രം. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ശാപം വരുമെന്നും ദാവീദ് പേടിച്ചില്ല. ദേവന്മാരുടെ പേര് ചൊല്ലിയാണ് ശപിച്ചത്. പക്ഷേ ദാവീദിനൊരു കൂസലുമില്ല. ഇനി ദേവൻ കോപിക്കുമോ, ഇനി അവിടുന്ന് വല്ലോ കോപം വരുമോ? ഒരു പേടിയില്ല. ദാവീദിന് പേടിയില്ല. ദേവന്മാരുടെ പേരൊക്കെ പറഞ്ഞ് ശപിച്ചു. പക്ഷേ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ദൈനംദിനം നാം അഭിനയിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ആ പ്രശ്നം കൊണ്ട് ഞാൻ തീരുകയുള്ളൂ, എൻ്റെ കട ഒരു പരിധി കിട്ടാൻ കഴിയില്ല, എൻ്റെ രോഗം മാറുകയില്ല. ഇതെല്ലാമാണ് ഈ സംഭവിക്കുന്നത്. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. മതി. എന്താ ദാവീദ് പോയത്? എങ്ങനെ പോയത്? യേശുവിൻ്റെ നാമത്തിൽ, ദൈവനാമത്തിൽ എല്ലാം ചെയ്തോളാം. കട തുറക്കണതിന് മുമ്പ് ദൈവനാമത്തിലായിരിക്കും കട തുറക്കണം. ഷട്ടർ തുറക്കണം ദൈവനാമത്തിലായിരിക്കണം കേട്ടോ. ഡോറ് തുറക്കുന്നത് ദൈവനാമത്തിലായിരിക്കണം. എല്ലാം വണ്ടിയെ കയറുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവനാമത്തിലായിരിക്കണം. ചെയ്തു നോക്ക്, വ്യത്യാസം കാണാം. ദൈവനാമത്തിലായിരിക്കണം. ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങുന്നത് ദൈവം തന്നെ. പുതിയ വഴികൾ കർത്താവ് തുറക്കും, പുതിയ വാതിലുകൾ കർത്താവ് തുറക്കും. ദൈവനാമത്തിൽ പഠിക്കാൻ ബുക്ക് തുറക്കുമ്പോൾ ദൈവനാമത്തിലായിരിക്കണം. ഹല്ലേലൂയ. ദൈവനാമത്തിൽ യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസ പ്രഖ്യാപനം. യഹോവ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊല്ലും, നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. എൻ്റെ പ്രിയരെ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല
എൻ്റെ ആത്മാവിനാൽ അത്രേ. പുറമേ ബാലരായിരിക്കും, പുറമേ കഴിവൊന്നും കാണിയില്ല, വലിയ ഡിഗ്രികൾ കാണിയില്ല, വേറെ പാരമ്പര്യമൊന്നും പറയാൻ കഴിയില്ല, പക്ഷെ നാവിൻ്റെ അധികാരം. ഹല്ലേലൂയ. ഫെലിസ്ത്യനോട് പറഞ്ഞു, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. മാത്രവുമല്ല, ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമി, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമി അറിയും. ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, യഹോവേ ഞാൻ നിന്റെ ദാസനെന്നും നീ സാക്ഷാൽ ദൈവമെന്നും അറിയണം. എല്ലാം ദൈവനാമമഹത്വത്തിനായി. നമ്മൾ ചർച്ച നടത്തുന്നു, ശുശ്രൂഷ നടത്തുന്നു, ബിസിനസ് നടത്തുന്നു, എല്ലാം ദൈവനാമമഹത്വത്തിനായിക്കൊള്ളണം. നാം ഒരു ഡിഗ്രി കിട്ടി, ദൈവനാമമഹത്വം, അതായിരിക്കണം ലക്ഷ്യം. ലക്ഷ്യം മാറിപ്പോകരുത് ഒരിക്കലും. പ്രൊമോഷൻ കിട്ടി, ദൈവനാമമഹത്വത്തിന്. ധൈര്യമായിട്ട് പറയേണ്ടടുത്ത് പറയണം, എനിക്കിത് തന്നത് എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. വിജയം തരുമ്പോൾ പറയണം കർത്താവാണെന്ന്. അങ്ങനെ എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് വായിക്കാം. ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. തിരിഞ്ഞോടുമല്ല ചെയ്തത് കേട്ടോ. അണിക്ക് നേരെ ഓടി എന്ന് പറയാൻ തിരിഞ്ഞോടുമല്ല ചെയ്തത്. ഫെലിസ്ത്യൻ്റെ അടുക്കലേക്ക് നേരെ ഓടുക ചെയ്തത്. ഫെലിസ്ത്യൻ്റെ അണികളുടെ ഇടയിലേക്ക് അങ്ങ് ഓടിച്ചെന്നു. എന്നിട്ട് ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്തു, കവണിയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഫെലിസ്ത്യനെ കൊന്നു മുടിച്ചു. ഏതാ ഈ കല്ല്? ആ പാറ ക്രിസ്തുവായിരുന്നു. ഒന്നുറക്കെ പറഞ്ഞേ, ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവാകുന്ന പാറ കൊണ്ട്, ക്രിസ്തുവാകുന്ന കല്ലുകൊണ്ട് ഫെലിസ്ത്യന്റെ ചെന്നിയെ തോൽപ്പിക്കാൻ കഴിയും. ഈ ഫെലിസ്ത്യൻ, നിങ്ങൾ ചിന്തിക്കണം, കടമാണ്, ഈ ഫെലിസ്ത്യൻ രോഗമാണ്, ഈ ഫെലിസ്ത്യൻ എതിർപ്പാണ്, ഈ ഫെലിസ്ത്യൻ സ്ഥാപനത്തിലെ ചില പ്രശ്നങ്ങളാണ്, ഈ ഫെലിസ്ത്യൻ ചില പ്രതിസന്ധികളാണ്. എന്നാൽ ഈ ഫെലിസ്ത്യനെ ജയിക്കാൻ ഒരു കല്ലുണ്ട്. ഏതാ കല്ല്? കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പാറ, ഒരു കല്ല്, ഒറ്റക്കല്ല്. ആ കല്ലിൽ ആശ്രയിക്കുക. ഏതാണ് ആ കല്ല്? ക്രിസ്തുവിൽ ആശ്രയിക്കുക. ക്രിസ്തുവിനെ കൊണ്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അസാധ്യമേ എന്ന് പറഞ്ഞേ, അസാധ്യമേ വഴിമാറുക.